ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഖിറത്തിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. എത്ര സമയമാണ് ഭൂമിയിൽ ഓരോരുത്തർക്കുള്ളത് അത് നമുക്കാർക്കും അറിയില്ല. ഒരു കുട്ടി ഉമ്മന്റെ ഗർഭാശയത്തിൽ അതിന്റെ രൂപകൽപ്പന നടക്കുന്നത് 4 മാസം കൊണ്ടാണ്. ഒരു കുട്ടിന്റെ കോലമാവുന്നത്. ആ 4 മാസം 2 മലക്കുകൾക്ക് അല്ലാഹു ചുമതല ഏർപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ മലക്കുകൾ അവരുടെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. കൈ, കാല്, അവയവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. 4 മാസം പൂർത്തിയായാൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ പറയും, അള്ളാഹുവെ ഇവരെ 4 മാസം പൂർത്തിയായി, ഇനി ഇവരെ കാര്യത്തിൽ തീരുമാനം. അപ്പോഴാണ് റൂഹ് ഇടുക. പിന്നീട് അവരുടെ ജനനത്തിന്റെ കാര്യം, എന്നാണ് ജനിക്കുക, എന്നാണ് മരിക്കുക, അവർ വിജയിയാണോ പരാജയിയാണോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഉമ്മന്റെ ഗർഭാശയത്തിൽ 4ാമത്തെ മാസം തീരുമാനിച്ച കാര്യമാണ് ഭൂമിയിൽ നടപ്പിലാവുന്നത്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നത് അത് ഇന്ന കാരണത്തിന്റെ പേരിൽ. കാരണമാണ് നമ്മളെപ്പോഴും അന്വേഷിക്കാറുള്ളത്. എന്തിനാണ് അയാൾ മരിക്കാൻ കാരണം, എന്താണ് കാരണം എന്ന് ചോദിക്കും. രോഗമായിരുന്നോ എന്ന് ചോദിക്കും. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സത്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഒരു വിധിയാണ്, അവന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത, നിശ്ചയമായും മരിച്ചവരെ നാമാണ് ജീവിപ്പിക്കുന്നത്. ഇതേപോലെ മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത്. അവൻ ജീവിപ്പിക്കും, അവൻ മരിപ്പിക്കും. അത് രണ്ടും അവന്റെ അധികാരത്തിന്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മരണം വന്നാൽ അതിനെ തടുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കൂല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. ഖുർആൻ പറയാണ്, നിങ്ങൾ എവിടെയാണെങ്കിലും, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും, യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, സുശക്തമായ കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി. ഒരു കോട്ടന്റെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ ICUന്റെ ഉള്ളിൽ കയറി, വെന്റിലേറ്ററിന്റെ ഉള്ളിലായി നമ്മൾ മുഴുവൻ ഡോക്ടർമാരെയും ഇടയിലാണെങ്കിലും ശരി, തീരുമാനിച്ച സമയം എന്തായാലും റൂഹ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മരണം അതിനെ തടുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കൂല. നമ്മളൊക്കെ ജീവിക്കുകയാണെന്ന് പറയാണ് സത്യത്തിൽ. നമ്മളൊക്കെ സത്യത്തിൽ ഓരോ ദിവസവും നമ്മളിൽ നിന്നും മരിച്ചു പോയിക്കൊണ്ടിരിക്കാൻ. നമ്മൾ ഒരു ചുമരിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഒരു ഭിത്തിയിൽ നിന്ന് അടുത്ത ഭിത്തിയിലേക്ക് നടക്കുകയാണെങ്കിൽ, ഓരോ കാൽപാദം വെക്കുന്നതിനനുസരിച്ച് ഈ ഭിത്തിയായിട്ട് അകലെയാണ്, മറ്റേ ഭിത്തിയായിട്ട് അടുക്കാണ്. ഇതേപോലെ ജനനത്തിൽ നിന്ന് തുടങ്ങി മരണത്തിലേക്ക് നടക്കുകയാണ് മനുഷ്യർ. ഓരോരുത്തരും അതിലേക്ക് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർണിതമായ ഒരു സമയം നമുക്കുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോരുത്തർക്കും ഒരു നിർണിതമായ അവധിയുണ്ട്. ആ അവധി വരെ മനുഷ്യനെ പിന്തിപ്പിക്കുകയുള്ളൂ. അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്തിപ്പിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. തീർച്ച ആ സമയത്ത് മരണം സംഭവിക്കും. അതുകൊണ്ട് അതിനിടയിലുള്ള ഈ കാലഘട്ടം മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്, മരണത്തിന് വേണ്ടി തയ്യാറാവാനുള്ളതാണ്. മരണത്തിന്റെ പ്രത്യേകത, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമ്മളത് തീർന്നു. അതോടുകൂടി നമ്മുടെ ജീവിതം അതോടുകൂടി തീർന്നു. പിന്നെ മരണത്തിന് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പാണ് അമലുകൾ ചെയ്യാനുള്ളത്. മരിക്കുന്നതിന് മുമ്പാണ് അമലുകൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ അമലുകളെ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അമലുകളെ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ അമൽ ചെയ്യണം. വേറെ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. മരിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറാവലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജോലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വേറെന്തിനോ ജീവിക്കല്ല. വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിനെ, ഭാര്യനെ, മക്കളെ, കുടുംബത്തിനെ നോക്കാൻ, അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ. സത്യത്തിൽ നമ്മളുടെ ജീവിതം നമ്മളെ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്. അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണത്തിന് മുമ്പായി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ്. അപ്പൊ നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥകളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ഇനി എന്താ ഇവിടെ ഉള്ളത്?
ഒരിക്കലും എന്താ അവിടെ ഉള്ളത്? ഇപ്പൊ മൊബൈലിലൊക്കെ നമ്മളെ ഏതെങ്കിലും കൂട്ടുകാരുണ്ട്, അവൻ മരിച്ചുപോയി, അവന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കണ്ടാൽ നമ്മൾ പിന്നെ ഡിലീറ്റ് ആക്കും. കാരണം ഇനി അയാൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഈ നമ്പർ കൊണ്ട് എന്താ കാര്യം, ഡിലീറ്റ് ആക്കും. പിന്നെ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, കുടിയിരിക്കലുകൾ, എന്തൊക്കെ പരിപാടി ഉണ്ട്, അപ്പോഴും നമുക്ക് അവൻ ഓർമ്മയും കൂടി വരാറില്ല, കാരണം അവൻ മരിച്ചു പോയി. പക്ഷെ അവന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, അവന്റെ ഖബറിന് വേണ്ടി എന്താണ് ഒരുങ്ങിയത്? എന്താണോ അവന്റെ ഖബറിന് വേണ്ടി ഒരുങ്ങിയത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാത്തതൊന്നും ഉണ്ടാവൂല, അതല്ലാത്തതൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, നമുക്ക് ഓർമ്മിക്കാനുള്ളതാണ്. നമ്മളെ ഖബറിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക, നമ്മൾ തയ്യാറാവുക. അതാണ് നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത്. ബുദ്ധിമാൻ അവനാണ് മരിക്കുന്നതിന് മുമ്പ് അവനവന്റെ ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരുങ്ങാം, കാരണം മരിച്ചതിന് ശേഷം ഒരുങ്ങാൻ സാധിക്കൂല. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കാൻ. ഇപ്പൊ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞു? 25, 30, 40, 50, 60 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതെന്താ ഉണ്ടാവുക? ഒന്നുമില്ല, അത് കഴിഞ്ഞു പോയി. അതിലെന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും, നന്മ ചെയ്തിട്ടില്ലെങ്കിലോ അതും പോയി. അതുകൊണ്ട് ബുദ്ധിമാൻ അവനവന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് മുന്നൊരുക്കം നടത്തുന്നവനാണ്. വിദേശ രാജ്യത്ത് പോകുന്ന ആളുകൾ, അവർ സാധാരണഗതിയിൽ കിട്ടുന്ന സമ്പത്ത് അവിടെ തന്നെ ചെലവാക്കിയാൽ പിന്നെ എന്തെങ്കിലും അവസ്ഥ? ഒരാൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ ഉള്ള പൈസ സൗദി അറേബ്യയിൽ തന്നെ തീർത്താൽ പിന്നെ അവന് നാട്ടിൽ എന്താ ഉണ്ടാവുക? അവൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അവന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഒരാൾ തന്നെ 5, 6, 7 ആൾക്കാർ ഒരു റൂമിൽ നിൽക്കും, അഡ്ജസ്റ്റ് ചെയ്യും, ചെറിയ പൈസനോട് ഭക്ഷണം ശരിയാക്കും, വളരെ കുറഞ്ഞ പൈസ അവിടെ ചെലവാക്കി ബാക്കിയുള്ളത് നാട്ടിലേക്ക് അയക്കുകയാണ്. എന്നാ അയാൾ അവിടെ തിന്നുന്നില്ലേ? അവിടെ തിന്നുന്നുണ്ട്. അയാളോട് ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നുണ്ട്. അയാളോട് ധരിക്കുന്നുണ്ട്. അയാൾ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നുണ്ട്. എന്നാലോ അയാൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഒരുങ്ങുന്നത് അയാൾ നാട്ടിലേക്കാണ്. അയാൾക്ക് ഇവിടെയാണ് വലിയ വീടുള്ളത്, അയാൾക്ക് ഇവിടെയാണ് വലിയ ബെഡ്റൂം ഉള്ളത്, ഇവിടെ ശീതീകരിച്ച റൂമുകൾ ഉള്ളത്, റിമോട്ടിന്റെ ഗേറ്റുകൾ ഉള്ളതൊക്കെ ഇവിടെയാണ്. അവിടെ അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബെഡിന്റെ സ്പേസ് എടുത്തിട്ട് അതിൽ താമസിക്കാണ്. ഇതേപോലെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടിയിട്ട് നബി തങ്ങൾ സഹാബങ്ങൾ പറഞ്ഞു, ഇബ്ന ഉമർ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഫഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഇബ്നു ഉമറെ, നീ ഒരു പരദേശിയെ പോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ ഭൂമി ജീവിച്ചാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ ബംഗാളികളുണ്ട്, ഒരവസ്ഥ ജോലിക്ക് വലിയ കാറില്ല, വലിയ വീടില്ല, വലിയ സെറ്റപ്പുകളൊന്നുമില്ല. പക്ഷെ ഓര് നമ്മളെ പോലെ തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഓരോ ലക്ഷ്യമായിട്ട് കാണുന്നത് ഓരോ വീടാണ്, ഓരോ നാടാണ്, അവർ സമ്പത്തിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇതേപോലെ ഒരു മുഅ്മിൻ, അവൻ തിന്നുന്നുണ്ട്, അവൻ കുടിക്കുന്നുണ്ട്, അവൻ ഉറങ്ങുന്നുണ്ട്, പക്ഷേ അവന്റെ ആഖിറത്തിലേക്ക് ഒരുങ്ങുക, അത് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് നമ്മൾ ആലോചിക്കണം. നമുക്ക് വേണ്ടി ആരാണ് ഉണ്ടാവുക? ഒരാൾ മരിച്ചാൽ എന്താ ഉണ്ടാവുക? എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും അതിനൊരു സമയം നിശ്ചയിക്കും. എത്ര മണിക്കാണ് ജനാസസ്കാരം, എത്ര മണിക്കാണ് ജനാസ എടുക്കേണ്ടത്, അതവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അതിലേക്ക് പിന്നെ എല്ലാവരും ഒരുങ്ങാണ്, ജനാദൻ അതിനു വേണ്ടി ഒരുക്കുകയാണ്. പിന്നെ തോള് വെച്ച് അദ്ദേഹത്തിനെ കൊണ്ടുപോകാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട്, അല്ലെങ്കിൽ എൻ്റെ വീടെന്ന് വിചാരിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുപോവാണ്. വലിയ സമ്പന്നനാണ്, അയാളെ പോർച്ചിൽ വലിയ വില കൂടിയ വാഹനമുണ്ട്, പക്ഷെ ഒന്നുമല്ല, പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സന്തൂക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നിട്ട് അതിലാണ് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഒരേ വണ്ടിയാണ്, എല്ലാവർക്കും ഡ്രസ്സ് ഒന്നാണ്, 3 കഷ്ണം തുണിയെ കൊടുക്കുള്ളൂ. അത് വലിയ ആൾക്കാണ്, അതുകൊണ്ട് വലിയ ടെക്സ്റ്റൈൽസ് ഭയങ്കര ക്വാളിറ്റി ഉള്ള തുണി അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും കഫന്റെ തുണികൾ വിൽക്കുന്ന കടകളുണ്ടാവും, അവരോട് പറയും ഒരു കഫൻ തുണി എന്നാ പറയല്. അവരൊരു കോമൺ ആയിട്ട് ഒരു തുണി തരുന്നതാണ്, അതിന്റെ പൈസ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അത് ഏതാണ് കമ്പനി, ഒന്നും ആരും നോക്കണില്ല, അത് വാങ്ങിക്കൊണ്ടുവരാണ്, അയാളെ കുളിപ്പിക്കാണ്, അയാളെ കഫൻ തുണി പൊതിയാണ്. അത് ആലോചിച്ച് നോക്കി, കഫൻ തുണിയൊക്കെ പൊതിയുന്ന ആളുകൾക്ക് അറിയാം, കഫൻ പൊതിയാൻ വേണ്ടിയിട്ട് 3 കെട്ടുകൾ കിട്ടും. നമ്മള് കാലിന്റെ ഭാഗം, തലന്റെ ഭാഗം, മധ്യത്തിൽ കെട്ട്. അതിന്റെ കയറ് വേറെ വാങ്ങലല്ല, അതിന്റെ കയറ് ഈ കൊണ്ടുവന്ന തുണിന്റെ സൈഡ് കീറലാണ്. എന്ന് വെച്ചാൽ അത്രത്തോളാണ് മനുഷ്യൻ. എന്ന് വെച്ചാൽ ഇവന് അതൊക്കെ മതി, സൈഡൊക്കെ കീറിയതിന്റെ അത് മതി, ഇത്രേ കൊണ്ടുപോകാനുള്ളൂ. അല്ലാണ്ട് ഒരു വേറെ കയറിന് ഒരു കുറച്ച് കഷ്ണം തുണി വാങ്ങില്ല, അതിന്റെ ഒരു സൈഡിൽ നിന്ന് കീറുക, കെട്ടി അവൻ പാക്കൊക്കെ കൊണ്ടുപോവുക, ചുമലിൽ വെച്ചിട്ട് കൊണ്ടുപോകണം. അയാളെ കാർ അവിടെ ഉണ്ട്. അതോടുകൂടി അയാൾ ഈ വീട്ടിൽ നിന്ന് അകന്നു, അയാൾ വീട്ടിൽ ഇല്ലാതായി, പിന്നെ ഖബറിലായി. കാലാകാലത്തെ ജീവിതം, എത്ര കാലത്തെ ജീവിതമാണ്.
നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രയോ കൊല്ലം മുമ്പ് ആൾക്കാർ മരിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ ഖബറിൽ ബർസഖിയ ജീവിതത്തിൽ കാത്തു നിൽക്കാൻ എപ്പോഴാണ് ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ സൂറെന്ന കാലത്തിൽ ഊത്തുണ്ടാവുന്നത്, അതിനെ കാത്തു നിൽക്കുകയാണ് അവർ. ഖബർ ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഉണ്ടാക്കേണ്ടത് ആരാണ്? അത് പ്രദേശത്തിനെ നോക്കി, പാറ നോക്കി, മണ്ണ് നോക്കി, അല്ലെങ്കിൽ നാട് നോക്കിയിട്ടൊന്നല്ല സ്വർഗം നരകം തീരുമാനിക്കണേ. ഈ വന്ന് കിടക്കുന്ന മനുഷ്യന്റെ അമലുകൾ നോക്കിയിട്ടാണ്. ആ മനുഷ്യന്റെ അമൽ എന്താണോ അതിനനുസരിച്ചേക്കും ഖബറിന്റെ പെരുമാറ്റം ഉണ്ടാകുക. ഖബർ അന്നേരം അശരീരുണ്ടാവുന്നതാണ്. ഖബർ പറയുന്നതാണ്, ഭൂമിന്റെ തൊലിപ്പുറത്ത് കൂടി നടന്നവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീ ആയിരുന്നു. അതുകൊണ്ട് എന്റെ വിശാലമായ അവസ്ഥ കണ്ടോർണി കണ്ണത്ത ദൂരത്ത് ഖബർ വിശാലാക്കി കൊടുക്കും. മോശമായ മനുഷ്യനാണെങ്കിലോ ഖബർ അവനോട് പറയും, ഭൂമിന്റെ തൊലിപ്പുറത്ത് കൂടി നടന്നവരിൽ ഏറ്റവും നികൃഷ്ടൻ, ഏറ്റവും മോശമായവൻ നീ ആയിരുന്നു. നിന്നോട് എനിക്ക് വെറുപ്പായിരുന്നു. ഇന്ന് നീ എന്റെ പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്റെ പെരുമാറ്റം നീ കണ്ടോ എന്ന് പറഞ്ഞ് ഖബർ വാരിയെല്ലുകൾ ചേർക്കത്തക്ക നിലയിൽ, കൈകതിരലുകൾ കോർക്കുന്നത് പോലെ രണ്ട് വാരിയെല്ലുകൾ ചേർക്കുന്ന നിലയിൽ ഖബർ അവനെ ഞെരുക്കും. അതുകൊണ്ട് രണ്ടും തീരുമാനിക്കേണ്ടത് മനുഷ്യന്റെ കർമ്മങ്ങളാണ്, അമലുകളാണ്, അവന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി ആലോചിക്കുക. സ്വന്തം മരിക്കുന്നതിന് മുമ്പായി മരണത്തിന് വേണ്ടി തയ്യാറാവുക. മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാവുക. അത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്. ഒരു ബുദ്ധിമാന്റെ ഏറ്റവും വലിയ ജോലിയാണത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിപ്പോ എത്ര പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. കാരണം നമ്മൾ അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ മറന്നു പോവാണ്. ഇതൊന്നും ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യം പറയില്ല, പക്ഷെ നമ്മൾ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത് എത്രയാണ് അവസ്ഥകൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കും. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. ശരിയല്ല, മറന്നിട്ട് കാര്യമില്ല. അത് ഹക്കായ കാര്യമാണ്. ദാലിക്കൽ യൗമുൽ ഹഖ്, ഖുർആൻ പറയാണ് ദാലിക്കൽ യൗമുൽ ഹഖ്, അത് ഹക്കായ ദിവസമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. ഖുർആൻ പറയാണ്, അല്ലാഹു പറയാണ്, ദാലിക്കൽ യൗമുൽ ഹഖ്, അത് ഹക്കായ ദിവസമാണ്. അത് യാഥാർത്ഥ്യത്തിന്റെ ദിവസമാണ്. നമ്മളിപ്പോ ഈ വിചാരിക്കുന്ന പോലൊന്നല്ല. ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കൊക്കെ അത് വരാനുള്ളതാണ്. ഒന്ന് മരണം വരും, ഒന്ന് മഹ്ശർ വരും. അത് ഹക്കാണ്. ഉണ്ട് എന്ന് പറഞ്ഞാലും വരും, ഇല്ല എന്ന് പറഞ്ഞാലും വരും. കാരണം അത് ഹക്കാണ്. അതുകൊണ്ട് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, ആരെങ്കിലും സ്വന്തത്തിന് ഒരു നല്ല മടക്ക കേന്ദ്രം, മടക്ക ലക്ഷ്യം, മടങ്ങിച്ചെല്ലാനുള്ള നല്ലൊരു സ്ഥലം വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തമായി അവന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു മടക്കസ്ഥാനം ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാൻ. ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. നമ്മളെ അമലുകൾക്ക് അടിസ്ഥാനത്തിലാണ് അത് തരിക. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം കർമ്മങ്ങൾ ചെയ്യാം, അമലുകൾ ചെയ്യാം, അള്ളാഹുവിലേക്ക് അടുക്കുക. ആണും പെണ്ണും ഒക്കെ മരണങ്ങൾ എങ്ങനെയൊക്കെയാണ് വരാന്ന് ആർക്കും അറിയില്ല. അതിന് രോഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അവിടെ നമ്മൾ രോഗിയായി കടന്നോളണമെന്നില്ല, ഒന്നുമില്ല. ഇന്നലെ ഞാൻ 2 മരണ വീട്ടിൽ പോയിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഉമ്മ മരിച്ചു, വേറൊരു കൂട്ടുകാരൻ്റെ ഉപ്പ മരിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി അവരോട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു. ഉമ്മക്കൊന്നുമില്ലായിരുന്നു. ഉമ്മ അവിടെയൊക്കെ പോയിരുന്നു, അയൽവക്കത്തെ വീട്ടിലേക്ക് വീടൊക്കെ കാണിച്ചിരുന്നു, അവിടെ പോയിരുന്നു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നൊക്കെ പോയിരുന്നു. ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വയറിന്റെ അസ്വസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞു. അത് സാരില്ല, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന്റെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ചെരിഞ്ഞു വീണ് കിടന്നു മരിച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെ ആ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം നമുക്കൊരു സങ്കടം ഉണ്ടാവും. മരണം എന്തായാലും എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ മരണത്തെ പറ്റി ആലോചിക്കും, നമ്മൾ ഒരുങ്ങി നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അതേപോലെ നമുക്ക് മരണങ്ങൾ നമുക്ക് ഓർമ്മകളാണ്. പല മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ പോയി കൂടി നമ്മളെ തിരക്കനുസരിച്ച് ചിലർ നിസ്കരിക്കാൻ എത്തും, ചിലർ പോയി കണ്ടുപോരും. നിസ്കരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല, കാരണം ഭയങ്കര തിരക്കാണ്. അപ്പോൾ കണ്ടുപോരും. വലിയ സംഗതിയാന്ന് വിചാരിച്ചിട്ടാണ് അത് കണ്ടുപോരുന്നത്. ജനാസയോടുള്ള കടമ ഏറ്റവും വലുത് നിസ്കരിക്കലാണ്. അതിന്റെ കൂടെ മറ്റൊന്നതിനെ ഖബറടക്കാൻ കൂടി കൊടുക്കലാണ്. ചിലർ നിസ്കരിച്ചിട്ട് വേഗം പോകും, ഒരിക്കൽ തിരക്കാണ്. പിന്നെ ഖബറടക്കാൻ കൂടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഖബറടക്കും. അങ്ങനെ പോരും നമ്മള്. പക്ഷെ സത്യത്തിൽ നമ്മളെ സ്വന്തക്കാർ, നമ്മളെ ഉമ്മ, നമ്മളൊപ്പ, നമ്മളെ വല്യപ്പ, നമുക്ക് ഏറ്റവും ഹൃദയവുമായി ബന്ധമുള്ള ആളുകൾ ഒരു മരിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളെ മരണത്തിന്റെ വേദന അല്ലെങ്കിൽ അതിന്റെ സങ്കടം, അതിന്റെ ദുഃഖം അറിയാം.
അമ്മ മരിക്കുമ്പോൾ വാപ്പ മരിക്കുമ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയൊരു കാര്യം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവര് ആ ഒരു വലിയ സൗഭാഗ്യത്തിനെ പറ്റി അവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അതൊരു സാധനം ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യം അവന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു ഉമ്മന്റെ അപ്പന്റെ മോനായിട്ട് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ മോളായിട്ട് നിൽക്കുക പറഞ്ഞാൽ അതിനേക്കാളും വലിയ വേറെ ദറജല്ല. പക്ഷെ നമുക്കിപ്പോ മനസ്സിലാവൂല. നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവും. ഞാനിപ്പോ എൻ്റെ ഒരു മൂത്താപ്പന്റെ മോളെ വീട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ച പോയിരുന്നു. അപ്പോൾ അവരെ ഫുൾ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്, ഭയങ്കര വെയില്. ഞാനൊരു 2 മണിക്കാണ് പോയത്. അപ്പൊ ഞാൻ ആ അളിയനോട് പറഞ്ഞു, ഭയങ്കര വെയിലാണല്ലോ അളിയ അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പറഞ്ഞിരിക്കുക ഞങ്ങള് ഇവിടെ ഫുള്ള് മരങ്ങളുണ്ടായി, വലിയ മരങ്ങളുണ്ടായി, മാവ് പ്ലാവൊക്കെ എൻ്റെ മുറ്റത്ത് വലുത്, നല്ല തണലുണ്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. പിന്നെ ആരോ അത് ഇന്റർലോക്ക് ഇടാനും മറ്റേത് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ മുറിച്ചു. ഇപ്പൊ നല്ല കട്ട കല്ല് അത് ചൂടായിട്ട് അകത്തേക്ക്. അപ്പൊ അളിയനോട് പറയാണ്, അത് മുറിക്കണ്ടില്ലായിരുന്നു, ഇനിയിപ്പോ അത്ര വലിയൊരു മരപ്പൊ കിട്ടൂലല്ലോ എൻ്റെ ഐസിൽ. മരം ഞാൻ ഇനി വെക്കണം വിചാരിക്കണ്ടേ, പക്ഷെ അതൊക്കെ അതിന്റെ തണലൊന്നും കിട്ടാൻ ഞാൻ ഉണ്ടാവില്ല. ഇനിയിപ്പോ എങ്ങനെ കഴിയാന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിലുള്ളത്. ഒരു മരം മുറിച്ചപ്പോഴാണ്, മരം മുറിയുമ്പോഴാണ് അറിയാം മരത്തിന്റെ തണലെന്തായിരുന്നു. ഇതേപോലെ ഉമ്മയും വാപ്പയും പോകുമ്പോഴാണ് അതെന്തായിരുന്നു ആ തണൽ എന്ന് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അവർക്ക് സുഖമില്ല, അവരുടെ പേരയിൽ എങ്ങനെ ഉണ്ട്, ഓരോടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും കുഴപ്പമില്ല, അവരവിടെ ഉണ്ടായാൽ മതി. അവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആ വീട്ടിന് ഐശ്വര്യമാണ്, ആ മക്കൾക്ക് സമാധാനമാണ്. ഉമ്മ മരിച്ചുപോയി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഉമ്മന്റെ ദുആ പോയി എന്നാണ്. ഒരാളെ ഉമ്മ മരിച്ചു എങ്കിൽ അയാളെ ഉമ്മാന്റെ ദുആ പോയി. വാപ്പ മരിച്ചാൽ വാപ്പാന്റെ ദുആ പോയി. ഉമ്മാന്റെ ദുആ എന്താണ്, വാപ്പാന്റെ ദുആ എന്താണ്, അതും കൂടി നമ്മക്കറിയില്ല. സത്യത്തിൽ നമ്മളെ 24 മണിക്കൂറും അവരുടെ ചിന്തകളിലുള്ള ആൾക്കാരാണ് നമ്മൾ. നമുക്ക് മക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവാം, പക്ഷെ ഇന്നും ഉമ്മന്റെ കുട്ടികൾ തന്നെയാണ്. അവരുടെ ഹൃദയംഗമായ പ്രാർത്ഥന ഉണ്ടാവും. അത് കൈബന്ധിച്ചിട്ട് ഇങ്ങനെ അബ്ദുൽ സലാത്ത് ചൊല്ലി ദ്വാരന്നോളൊന്നുമില്ല, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ദുആ ഉണ്ടാവും. അതാണ് സത്യത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു എഴുന്നേറ്റ് നടന്നോളൊന്നുമില്ല, അവരവിടെ എവിടെയെങ്കിലും കിടന്നാലും മതി, പക്ഷെ ആ ദുആ വല്ലാത്ത ദുആയാണ്. അനുഭവിച്ചറിഞ്ഞ ആൾക്കാരുണ്ടാവും. നമ്മളെവിടെങ്കിലും ഒന്ന് പോയി വരാൻ പറഞ്ഞതിനേക്കാൾ അല്പം സമയമാകുമ്പോഴേക്കും അസ്വസ്ഥരാവുന്നത് കാണാം നമുക്ക്. എവിടെ പോയി അവനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഓരോ പണിയെടുത്ത് പോകുന്നുണ്ടാവും, പക്ഷെ ഇവരിങ്ങനെ അതിന്റെ പിന്നിലുണ്ടാവും. അവർക്ക് ഓരോ മക്കളാണ്. അതുകൊണ്ട് അത് വല്ലാത്തൊരവസ്ഥ. അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വില അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാർ മാതാപിതാക്കളോട് കതിർ കാണിക്കും, അതിന്റെ വില കൊടുക്കും. അത് പിന്നീട് തിരിച്ചു കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇപ്പൊ ഈ മരിച്ചുപോയ ആൾക്കാരോട് ചോദിച്ചാൽ മതി, നിങ്ങളമ്മ ഒന്നും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? പറയും, ഞാൻ എൻ്റെ അമ്മക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. തിരിച്ചു പറയും, തീർച്ചയായിട്ടും പറയും. നമ്മളൊക്കെ യാത്രയിൽ ചില വയസ്സായ അമ്മമാരൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ വീണ്ടും ഓർമ്മ വരും, നമ്മളെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് ഉമ്മ വാപ്പ രണ്ട് സാധനങ്ങളാണ്. അതിന് പകരം വെക്കാൻ ലോകത്ത് വേറെ ഒന്നുമില്ല. 2 വർഷമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നൊരു ഉപ്പ 2 വർഷമായിട്ട് അയാൾ എഴുന്നേറ്റിട്ടേ ഇല്ല. ആളുകൾ കുളിപ്പിക്കാനൊക്കെ എടുത്തു വെച്ചിട്ട് കുളിപ്പിക്കല്, ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കൽ, സംസാരിക്കും, അത് മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അളന്നിട്ടുള്ളത്. ആകെ ഒരു മോനാണ് അവർക്കുള്ളത്. 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ എന്താണുള്ളത്. അവരൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഞാൻ അവരെ കാണാൻ പോലിന്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പമാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഞാനേതോ യാത്രയിലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പിന്നെങ്ങനെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. മൈസൂരിൽ അദ്ദേഹം ജമാഅത്തിൽ പുറപ്പെട്ടിരുന്നു. ഞാൻ വേറെ ആവശ്യത്തിന് മൈസൂർ എത്തിയപ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മൈസൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, നിങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു. അപ്പൊ ഞാൻ ദൂരമല്ല, ഞാൻ വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഏതോ സംസാരിച്ച് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ്, എന്താ ഉപ്പാന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചു. അവനോട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ല ഇപ്പം മരിച്ചു, 5-6 മാസമായി എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഉപ്പ മരിച്ചിട്ട് എന്താ ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മൾ വെയിലത്ത് നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ ചൂടും ഉണ്ടായി, അതിന് തണലുണ്ടായി, അതിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മരട് മറിഞ്ഞു വീണാൽ നമ്മൾ പൊരിയ വെയിലത്താകുന്ന പോലെ ഞാൻ ഇപ്പൊ പൊരിയ വെയിലത്താണ് എന്ന് സത്യത്തിൽ തൊണ്ട ഇടറി കണ്ണ് നിറഞ്ഞിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. വലിയ ആളാണ്, അവൻ കല്യാണം കഴിച്ചു, അവനക്ക് കുട്ടികളായിരുന്നു, വലിയ കുട്ടികളായിരുന്നു. ഈ ഉപ്പയാണ് 2 കൊല്ലമായിട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ ഉപ്പ 2 വർഷമായിട്ട് അനങ്ങാതെ എന്നെല്ലാം ഹിന്മം ചെയ്തിട്ടല്ല ഉണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞു, പോവാണ് ഉപ്പാന്ന് പറയാം. ആയിക്കോട്ടെ, ഈ പോവാണല്ലേ, എങ്ങനെ പോകണം ചോദിക്കും, ഇങ്ങനെ പോകണമെന്ന് അറിയാൻ കഴിക്കും. വൈകുന്നേരം വരും, വൈകുന്നേരം വരുമ്പോൾ ചോദിക്കും, ഇപ്പൊ വരാനല്ലേ, എവിടെ ഇനി തരെ, എന്തേ ഇനി, എവിടെ ഇനി എന്ന് ചോദിക്കും. ഈ 2 ചോദ്യം ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരവും. അവനോട് പറയണേ, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പോ അങ്ങനെ എവിടെ ഇനി എടാന്ന് ചോദിക്കാൻ ഒരാളില്ലല്ലോ എനിക്ക് എന്ന സങ്കടമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഒരു വാപ്പ പോയാൽ വാപ്പന്റെ വില അറിയും, ഉമ്മ പോയാൽ ഉമ്മന്റെ വില അറിയും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ അവരെ മാതാപിതാക്കളോട് കതിര് കാണിക്കും. മരിച്ചവർ സത്യത്തിൽ നമുക്ക് ദുആയാണ് പോയത് എന്ന് നമ്മൾ മറക്കരുത്. ദുആയാണ്, ഓരോ ദുആ എപ്പോഴും ഉണ്ടാവും നമുക്ക്. ഇപ്പൊ അടുത്ത ദിവസം ഒരു രക്ഷിതാവ് മക്കളെ പറ്റി കുറച്ച് കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു 2 കുട്ടികളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സംഗതിയൊക്കെ ശരി തന്നെയാണ്, നിങ്ങളവർക്ക് വേണ്ടി കേടായിട്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. നമ്മള് വളരെ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി കേടായിട്ട് ദ്വാരിക്കരുത്, കാരണം കുട്ടികളെ എനിക്കറിയാം, നല്ല കുട്ടികളാണ്. അപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അതെന്താ മൂലം നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, നമ്മളെ കുട്ടിക്ക് നമ്മൾ കേടായിട്ട് ദ്വാരിക്കോ? നമ്മളെങ്ങനെ അങ്ങനെ പറയാം, ദേഷ്യം പിടിക്കുമ്പോൾ അതൊക്കെ പറയുന്നല്ലാതെ നമ്മളെ മക്കൾക്ക് നമ്മൾ കേടായിട്ട് ദ്വാരിക്കോ? ആ വാപ്പനോട് ചോദിച്ചതാണ്. 80 അയ്യായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു വാപ്പിയും ഒരു ഉമ്മയും ഒരു മക്കൾക്കും കേടായിട്ട് ദ്വാരിക്കൂല. അതുകൊണ്ട് മാതാപിതാക്കളുടെ ദുആ അതാണ് സത്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോണത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധാലുക്കളായ, ജീവിച്ചിരുന്ന കാലത്ത് ഇവരൊക്കെ നമുക്ക് വേണ്ടി ഓടി നടന്നവരാണ്. ഒരു ഉമ്മ മക്കളെ എങ്ങനെയാണ് പോറ്റിയത്, ഇന്നത്തെ കാലത്തെ പോറ്റൽ പോലൊന്നല്ല, കഷ്ടപ്പാടുകളോട് കൂടി പോറ്റി വളർത്തുന്നതാണ് ഉമ്മയും വാപ്പയൊക്കെ. സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമൽ, ഒരു ഇമാമിനും തർക്കമില്ലാത്ത അമൽ അവർക്ക് വേണ്ടി സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യലാണ്. ഒരു ഇമാമിനും അതിൽ തർക്കമില്ല. സാമ്പത്തികമായി ചെയ്യാൻ എന്തെങ്കിലും നമ്മളെ സമ്പത്തുനിന്ന് അവർക്ക് കൊടുക്കുക, അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഉപ്പാക്ക് കൂലി കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് കൂലി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് അതാണ്. ഒരു ഇമാമിനും അഭിപ്രായ വ്യത്യാസമില്ലാതെ അതാണ്. ഖുർആൻ ഓതുക, അതിലൊക്കെ പല ഉലമാക്കൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഖുർആൻ ഓതുക കിട്ടോ കിട്ടൂല എന്നൊക്കെ. ഖുർആൻ ഓതണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഓതണം. പക്ഷേ ഒരു യാസീൻ ഓതലുണ്ട്, ഒരു ഖുർആൻ ഓതലുണ്ട് നിർത്തുന്നതിന് പകരം അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. സമ്പത്ത് ചെലവാക്കാറ് ഞാൻ ഇപ്പൊ ഇന്നലെ അവരോട് പറഞ്ഞു, ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഉമ്മ ജീവിച്ചിരിക്കണ്ടെങ്കിൽ ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഉമ്മക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം. എന്തായാലും ഒരു 1000, 2000, 3000 രൂപ എന്തായാലും ഉമ്മക്ക് ചെലവാകും. പിന്നെ അതിനേക്കാളും വലിയ പൈസ ചെലവാകുന്ന അവസ്ഥകൾ ഉണ്ടാവും. എന്തായാലും ഇത്ര പൈസ നമ്മൾ എന്തായാലും മാസത്തിൽ കൊടുക്കണം. നമ്മൾ ആ തുക മാറ്റി വെക്കുക. മക്കൾ ആ തുക മാറ്റി വെക്കുക. എല്ലാ മാസവും 2000 രൂപ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലാവുമ്പോഴേക്ക് ഏകദേശം 24,000 രൂപ ആവും. ഒരു 25,000 രൂപയായി എന്ന് വിചാരിച്ചു. അത് ഏതെങ്കിലും റമദാനോ മറ്റോ വരുമ്പം ഏതെങ്കിലും മസ്ജിദിനോ മദ്രസക്കോ ജാരിയായ നിലയിൽ നടക്കുന്ന എന്തെങ്കിലും ദീനി സ്ഥാപനങ്ങൾക്കോ എന്തിനെങ്കിലും കൊടുത്താൽ നമുക്കും വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെ ഉമ്മക്ക് വാപ്പക്ക് ചെലവാക്കേണ്ട പൈസയാണ്. ഇനി ഓൾക്ക് നമ്മളെ പൈസന്റെ ആവശ്യമില്ല. ഇനി ഓൾക്ക് ആവശ്യമുള്ള പൈസ ഇതിനാണ്. അതുകൊണ്ട് നമുക്ക് ഭാരം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഓരോ മാസം കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി വർഷത്തിലാണ് എടുത്തതൊന്നുമില്ല, എല്ലാവരും ഇഷ്ടംപോലെ പൈസ ഉണ്ട്. എന്നാൽ എല്ലാ വർഷത്തിലും ഒരു തുക ഉമ്മാക്ക് വേണ്ടി ഇപ്പാക്ക് വേണ്ടി റമദാനൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അവർക്ക് നന്മ ഉണ്ടാവട്ടെ. അവരാണ് നമുക്ക് വേണ്ടി പണിയെടുത്തവർ. നമ്മൾ ഈ അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ അവരാണ്. പലപ്പോഴും അവര് അധ്വാനിച്ചതിൻ്റെലാണ് നമ്മൾ വീടുണ്ടാക്കിയിട്ടുണ്ടാകുക. നമ്മളെ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നത് അവരാണ്. അവർക്ക് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു, ഇത് അവർക്ക് വേണ്ടി മസ്ജിദിന് കൊടുക്കാമായിരുന്നു, അവർക്ക് വേണ്ടി മദ്രസക്കോ നന്മക്കോ വേണ്ടി ചെലവാക്കാമായിരുന്നു. അന്നൊക്കെ ചെലവാക്കാതിരുന്നത് എൻ്റെ മക്കള് അവർക്ക് വീടൊക്കെ നില ഉണ്ടാവില്ലല്ലോ
എന്റെ മക്കൾ കഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവരുടെ മരണശേഷം ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നന്ദി കെട്ട മക്കളാണായി. അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ജാരിയായ സദക്ക, നിലനിൽക്കുന്ന എന്തെങ്കിലും സദക്ക അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തേക്കണം. എന്തെങ്കിലും മദ്രസന്റെ പള്ളിന്റെ ഒക്കെ ഒരു പോർഷനോ ഒരു സ്വന്തമായിട്ട് പള്ളിന്റെ ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. അതിന് നമുക്കും കൂലി ഉണ്ടാവും. 25,000 രൂപ അമ്മക്ക് കൂലിട്ടാൻ കൊടുത്താലും അതിന്റെ പൈസ ആ കൂലി അല്ലാതെ നമുക്കും തരും. പഴവുന്നില്ല നമ്മളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എല്ലാവരും അവരവരുടെ ഉമ്മാക്കോ എത്ര മുന്നേ മരിച്ചു ഏതായാലും നമ്മൾ ആ കാര്യത്തിൽ ഒരു ആലോചന എടുത്ത് നമ്മൾ മക്കൾ എന്ന നിലയിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കുറച്ചെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും കാട്ടിയിട്ട് കൊടുക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അയാളായിട്ട് ഡിസ്കണക്ട് ആവും. 3 കാര്യങ്ങൾ മാത്രമേ അയാളുമായിട്ട് ഡിസ്കണക്ട് ആവാതെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കണക്ട് ആയി പോകും. ഈ 3 കാര്യങ്ങൾ നിലനിൽക്കും. ഒന്ന് പ്രയോജനകരമായ അറിവാണ്. പ്രയോജനകരമായ അറിവ് ഒന്ന് എന്ന് വെച്ചാൽ പ്രയോജനകരമായ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദർശോധി കൊടുക്കാനൊന്നും കഴിഞ്ഞോളൊന്നുമില്ല. നമ്മളെ മക്കളെ, ചെറിയ കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വലത്തെ കൈ കൊണ്ട് തിന്നണതിന് പകരം എപ്പോഴും ചെറിയ കുട്ടികളെ ഇടത്തെ കൈ കൊണ്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉമ്മമാരും ഉപ്പാരുമാണ് അത് സാധനം പറയും, മോനെ ആ കൈയല്ല ഈ കൈ കൊണ്ട് തിന്ന്, ഈ കൈ കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്ത് അവൻ വലത്തെ കൈ കൊണ്ട് തിന്നൽ ശീലാക്കുന്നത് ഉമ്മാരും വാപ്പാരുമാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ വലത്തെ കൈ കൊണ്ട് തിന്നുന്നുണ്ട്, വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കൂലി ആ അമ്മക്ക്, ആ കൂലി ആ വാപ്പക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ ബിസ്മില്ലാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഇടത്തെ കാല് വെക്കണം മൂത്രപ്പരം കയറുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. ഇതിലിപ്പോ ഞാൻ ഇതെന്തിൽ എങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ ഈ ശീലം നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മളെ മക്കള് മരിക്കണ വരെ ചെയ്യുന്നതിന്റെ കൂലി ആർക്ക് കിട്ടും? അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നന്മയായ കാര്യങ്ങൾ നിസ്കരിക്കാൻ നമ്മളെ പഠിപ്പിച്ചതും കറക്റ്റ് പള്ളി പറഞ്ഞയച്ച് പഠിപ്പിച്ചതൊക്കെ അമ്മയായിരിക്കും പാപ്പായിരിക്കും. അതിനൊക്കെ കൂലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, അതിന് കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞാൽ സദഖത്തുൻ ജാരിയാണ്, നിലനിൽക്കുന്ന സദക്ക. പാപ്പ കിണറുത്തിയിട്ടുണ്ട്, അതിന് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്, ഉദു എടുക്കുന്നുണ്ട്, നമ്മളെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്, അതിനൊക്കെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. മക്കളാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹു കൂലി കൊടുക്കാതിരിക്കൂല. അതേപോലെ എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ പള്ളിക്കോ മദ്രസക്കോ വേറെ എന്തെങ്കിലും നിലനിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ എന്നാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കളാണ്. നബി തങ്ങൾ ശാസ്ത്രങ്ങൾ ഒരിക്കലും വലദുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ എന്നല്ല പറഞ്ഞത്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ. ഉലമാക്കൾ എഴുതുന്നുണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആലോചിക്കണം, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളതിന്റെ ഈ മക്കളാണ്, ഇവർ സാലിഹീങ്ങളായാലേ ഇവരെ ദുആ സ്വീകരിക്കുള്ളൂ. ഇവർ സാലിഹീങ്ങളായാലേ ഇവരെ ദുആ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് സാലിഹീങ്ങളായ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളത്, അവരെ മക്കളെ സാലിഹീങ്ങളാക്കുക, അത് മാതാപിതാക്കളെ ഏറ്റവും വലിയ ജോലിയാണ്. നമ്മളോരോ ഡോക്ടർ, കലക്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നാ വിചാരിച്ചത്. സത്യത്തിൽ മക്കളെ ആക്കേണ്ടത് അവരെ സാലിഹീങ്ങളാക്കുകയാണ് വേണ്ടത്. മറ്റൊരു ഈ ഹദീസിന്റെ മറ്റൊരു താല്പര്യം എന്താന്ന് പറഞ്ഞാൽ വലതുൻ യദ്ഉ ലഹു വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞത്, ഒരു ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഒരു വാപ്പ മരിച്ചു, അപ്പൊ അവന് വല്ലാത്ത ദുഃഖമായി, വേദനയായി വാപ്പന്റെ വേർപാടിൽ. അപ്പം അവനോട് അള്ളാഹുവിന്റെ റസൂൽ സഹസ്രങ്ങൾ പറയാണ്, ഇതാ നിന്റെ ഉമ്മാക്ക് നീ ചെയ്യുന്ന ദുആ, നിന്റെ വാപ്പാക്ക് നീ ചെയ്യുന്ന ദുആ കിട്ടണമെങ്കിൽ നീ സാലിഹാവണം. ഉമ്മന്റെ മരണത്തോടു കൂടി അല്ലെങ്കിൽ വാപ്പന്റെ മരണത്തോടു കൂടിയെങ്കിലും മക്കൾ സാലിഹാവാനുള്ള ശ്രമം നടത്തട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ സാലിഹീങ്ങളാവണം. നമ്മളെ മാതാപിതാക്കളിൽ ഉണ്ടായിരുന്ന സൽഗുണങ്ങളെ നിലനിർത്തുന്നവരാവണം. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. വാപ്പന്റെ അങ്ങനെ നല്ല ഗുണം ഉണ്ടായിരുന്നു, ആളുകളെ സഹായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഉമ്മാന്റെ നല്ല ഗുണം ഉണ്ടായിരുന്നു. ഉമ്മ അയൽവാസിൽ ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നവരും അവർക്ക് നന്മ ചെയ്യുന്നവരായിരുന്നു. ഉമ്മന്റെ ഇബാദത്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്താനുള്ള ശ്രമം ചെയ്യണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്തണം. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലുതൊന്ന് സാമ്പത്തികമായി മാലിയായ നിലയിൽ, മറ്റൊന്ന് അവരുടെ ചര്യകൾ, അവരുടെ നല്ല കാര്യങ്ങളെ നിലനിർത്തുക. അവരെന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അതിനെ നിലനിർത്തുക. ഈ കാര്യം
നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നമ്മൾ മരണത്തോടു കൂടി അവരെ ഇപ്പൊ നമ്മൾ വലിയ ബേജാറിലാണുള്ളത്. അവർ മിസ്സായത്, അവരെന്താ മിസ്സായത്? നമുക്ക് സങ്കടം, നമ്മൾ പേരെ കയറി വരുമ്പോൾ അവരുണ്ടാവില്ലല്ലോ, നമ്മൾ അത് ചെയ്യുമ്പോൾ അവരുണ്ടാവില്ലല്ലോ, ഇതിന് ഓരോ ഓർമ്മാവുണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. ഓരോ പ്രശ്നം അതൊന്നുമല്ല. ഓരോ പ്രശ്നം ഓരോ ഈമാനോ അമലോ ഉണ്ടെങ്കിൽ ഒരു സന്തോഷിച്ചു, അതില്ലെങ്കിൽ ഒരു പരാജയത്തിലാവും. അള്ളാഹ് കാക്കുമാറാവട്ടെ. ഇതേ അവസ്ഥയാണ് ആർക്കും വരാനുള്ളത്, നമുക്കും വരാനുള്ളത്. വയസ്സായാൽ ചെയ്യാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം, വയസ്സായാലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു പനി വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങനെ കിടക്കലാണ്. നമ്മൾ വിചാരിക്കും കുറെ തസ്ബീഹ് അല്ലാന്ന്, ചെല്ലാൻ കഴിയോ? പനി വന്നാൽ കഴിയില്ല. നമുക്ക് ശരീരം ആകെ വേറെ അസ്വസ്ഥതയിലുണ്ടാകാം. ഒന്ന് നിസ്കരിക്കാനും കൂടി മര്യാദ കഴിയില്ല. വേഗം ഒന്നുണ്ടാക്കി ഒറ്റ നിസ്കാരം ഒറ്റ കടത്തു വരും. ഒരു ഖുർആൻ ഓതാൻ കഴിയില്ല. അസ്വസ്ഥത ഉണ്ടായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. വയസ്സായിരുന്ന ആളുകൾ വേറെ ശ്രദ്ധിച്ചൊക്കെ മതി. എപ്പോഴും മുട്ടിന് വേദനയായിരിക്കും, എപ്പോഴും കാലിന് കടച്ചിലായിരിക്കും, എപ്പോഴും നടക്കാൻ പറ്റൂല. അങ്ങനെ പല അവസ്ഥകൾ. മൂത്രമൊഴിച്ച മര്യാദക്ക് ക്ലിയർ ആവാൻ ഭയങ്കര പ്രയാസം. ഇങ്ങനെ തുടങ്ങിയ കുറേ പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയിൽ എവിടുന്നാണ് അമൽ ചെയ്യുക? നമ്മളായിരിക്കും വയസ്സായാൽ ചെയ്യാൻ പറ്റും. വയസ്സായാൽ ചെയ്യാൻ പറ്റൂല. വയസ്സായാൻ പ്രായമായി കഴിഞ്ഞു, പിന്നെ അമലുകളിൽ അതിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത്, യുവാവായിരിക്കുമ്പം എന്ന് വെച്ചാൽ ആരോഗ്യം ഉണ്ടായിരിക്കുമ്പം, നല്ല ആരോഗ്യവാനായിരിക്കുമ്പം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് വയസ്സായി രോഗിയായി ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ. അതുകൊണ്ട് ഇപ്പം ഇബാദത്ത് ചെയ്യാനുള്ള സമയമാണ്, നമ്മൾ ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഖബർ മുതൽ തെറുന്ന ജീവിതം, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. നമ്മളെ മാതാപിതാക്കൾ മരിച്ചുപോയവർ, അവരുടെ മാതാപിതാക്കളുണ്ട്. പലപ്പോഴൊക്കെ വലിയ വാപ്പന്റെ വക, വല്യുപ്പന്റെ വക വാപ്പ കിട്ടിയിട്ട് അതിന്റെ വകയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വല്യാപ്പൻ നമ്മൾ മറന്നുപോയോ? ആ വല്യാപ്പൻ നമ്മൾ മറന്നുപോയോ? പേരക്കുട്ടിക്ക് വേണ്ടി ബാക്കിയാക്കി പോയ ആൾക്കാരാണ്. അവിടെ നമ്മളെ വല്യാപ്പാരുണ്ട്, വല്യന്മാരുണ്ട്, പാന്റെ ഉമ്മാന്റെ അപ്പ തുടങ്ങിയ ഓരോ സംഗതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വലിയൊരു കാര്യം, നമ്മളെ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങുക. മരിച്ചുപോയവരെ എല്ലാ ദുആകളിലും നമ്മൾ കൂട്ടുക, എല്ലാ ദുആയിലും കൂട്ടുക. അവർക്ക് വേണ്ടി സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ മാതാപിതാക്കളുടെ വിയോഗമാണ്. ആ കുടുംബം സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം ശിഥിലായി പോകും. കരഞ്ഞു വേറെ ആരും ഉണ്ടാവില്ല. മറ്റേ ഇവരൊരു കണ്ണിയാണ്, ചേർക്കപ്പെടുന്നത്. ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മയിലേക്ക് എല്ലാവരും വരും, വാപ്പ ഉണ്ടെങ്കിൽ എല്ലാവരും വാപ്പയിലേക്ക് വരും. പിന്നെ വാപ്പ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും, ഉമ്മ പറഞ്ഞാൽ അത് അംഗീകരിക്കും. ഉമ്മി വാപ്പയില്ലെങ്കിൽ പിന്നെ ചേരാൻ സ്ഥലമില്ലാതെ ആവരുത്, ചേർന്ന് നിൽക്കണം. നമ്മളെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർ, അവരെ ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരും ചേർന്ന് നിൽക്കുക. ചേർന്ന് നിൽക്കുമ്പോൾ അള്ളാന്റെ സഹായം ഉണ്ടാവും, അള്ളാന്റെ സഹായം ഉണ്ടാവും. ലുക്മാനുൽ ഹക്കീം വലിയ തത്വജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹം മരിക്കാൻ നേരത്തെ അദ്ദേഹത്തിന്റെ മക്കളെല്ലാരും വിളിച്ചു. എന്നിട്ട് അവരോട് ഒരു ഓലന്റെ ഈർക്കിള് അത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. 2 കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓരോന്നും ഇങ്ങനെ ഓരോരുത്തരോട് വാങ്ങി, എല്ലാവരോടും ഓരോന്ന് വാങ്ങി. വാങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കും. ഒരു ഈർക്കിള് വാങ്ങും, അത് പൊട്ടിക്കും, അവിടെ വെക്കും. രണ്ടാമത്തെ ആളോട് വാങ്ങും, അത് പൊട്ടിക്കും, അത് അവിടെ വെക്കും. അങ്ങനെ എല്ലാ മക്കളോട് വാങ്ങി അത് പൊട്ടിച്ചു വെച്ചു. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് എന്താ പോയി ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നാ ഓരോരുക്കളോട് തരുന്നുണ്ടോ. എല്ലാവരും ഓരോന്ന് കൊടുത്തു. അങ്ങനെ ഫുള്ള് കൊടുത്തു. അതൊരു കട്ടി കീർക്കിളായി. എന്നിട്ട് അദ്ദേഹം അത് പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷെ പൊട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി നിൽക്കുകയാണെങ്കിൽ ഈ ഈർക്കിളുകൾ പൊട്ടിയതുപോലെ നിങ്ങൾ പൊട്ടും. അഥവാ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ കൂട്ടമായ ഈർക്കിളിനെ പൊട്ടിക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർ, അവരും അവരെ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ചേർന്ന് നിൽക്കുക, കാര്യങ്ങളെ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക, വരവും പോക്കും ഉണ്ടാക്കുക. നമ്മളെ ഉമ്മ, നമ്മളെ വാപ്പ നമ്മളെ വളർത്തിയത് സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഭിന്നിക്കാനല്ല. അത് അവർക്ക് ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, ചേർത്ത് നിർത്തുക, എല്ലാവരും വരെയും പോവുകയും ചെയ്യുക, കൂട്ടിപ്പിടിക്കുക. ഇത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നന്മകൾ നമ്മളിൽ ഉണ്ടാവാൻ, നമ്മളെ മക്കളിൽ അതിനെ നിലനിർത്താൻ സത്യത്തിൽ നമ്മൾ പരിശ്രമിക്കണം. ആഖിറത്തിന്റെ ഓർമ്മയും ചിന്തയും നമ്മൾ നമ്മളെ ജീവിതങ്ങളിൽ ഉണ്ടാക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരായി മാറണം. നമ്മളെ ഖബർ മുതൽ തുറന്ന ജീവിതത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം.
അങ്ങനെ ആവുമ്പോൾ അള്ളാഹു താല നമുക്ക് വലിയ ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരും. അള്ളാഹു താല കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കി ജീവിതത്തിന് നന്നാക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ ഈമാനും തഖ്വയും അമലോട് കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.